ഹലോ എവരി വൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ റിലീഷ് മൈ ലൈഫ്. മിഡിൽ ഈസ്റ്റേൺ ഡ്രിങ്ക് ആയിട്ടുള്ള സഹലബിൻ്റെ റെസിപ്പിയാണ് നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത്. ഓർക്കിഡ് റൂട്ടിൽ നിന്ന് ഉണ്ടാക്കുന്ന പൗഡറാണ് സഹലബ്. പക്ഷേ ഇപ്പോൾ മാർക്കറ്റിൽ ഓൾമോസ്റ്റ് അതിൻ്റെ അവൈലബിലിറ്റി വളരെ കുറവാണ്. ഇതിനു വേണ്ടി യൂസ് ചെയ്യുന്ന ഓർക്കിഡിൻ്റെ അവൈലബിലിറ്റി കുറഞ്ഞതുകൊണ്ട് തന്നെയാണ് ഇത് മാർക്കറ്റിൽ അവൈലബിൾ ആവാതിരിക്കുന്നതിന് കാരണം. എങ്കിലും സഹലബ് ഫ്ലേവേർഡ് പൗഡർ എന്ന് പറഞ്ഞിട്ട് നമുക്കിവിടെ ലുലുവിലും കാരിഫോറിലും എല്ലാം വാങ്ങിക്കാൻ കിട്ടും. മിഡിൽ ഈസ്റ്റേൺ ഹോട്ട് ചോക്ലേറ്റ് എന്ന പേരിൽ അറിയപ്പെടുന്ന സഹലബ് എന്ന് പറഞ്ഞ ഡ്രിങ്കിൻ്റെ പൗഡറിൻ്റെ സബ്സ്റ്റിറ്റ്യൂട്ട് നമുക്ക് വീട്ടിലുണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സഹലബിൻ്റെ പൗഡറും അതുപോലെ തന്നെ അതിൻ്റെ ചോക്ലേറ്റ് ആഡഡ് ആയിട്ടുള്ള അതിൻ്റെ പൗഡറിൻ്റെ റെസിപ്പിയും എന്നിട്ട് അത് സഹലബ് എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളതും കൂടിയിട്ട് കാണിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ആദ്യം തന്നെ വെളുത്ത എള്ള് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. 3 ടേബിൾ സ്പൂൺ എള്ളാണ് ഞാനിവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം റോസ്റ്റ് ചെയ്തെടുക്കാനായിട്ട്, കരിഞ്ഞു പോകരുത്. അത്യാവശ്യം നല്ലൊരു ഗോൾഡൻ കളർ വരുമ്പോൾ നമുക്കത് മാറ്റി വയ്ക്കാം. അടുത്തതായിട്ട് 1 കപ്പ് കോക്കനട്ട് മിൽക്ക് പൗഡർ നമ്മളൊരു വലിയ ബൗളിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് 1/2 കപ്പ് മിൽക്ക് പൗഡർ ഇട്ട് കൊടുക്കാം. 1/2 കപ്പ് പഞ്ചസാര ആഡ് ചെയ്യാം. 3 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ഇട്ട് കൊടുക്കാം. 1 ടീസ്പൂൺ വാനില പൗഡർ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് ഓപ്ഷണലാണ്, ഫ്ലേവറിന് വേണ്ടിയിട്ടാണ് നമ്മളിത് ആഡ് ചെയ്യുന്നത്. ഇതില്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഡ്രിങ്ക് ഉണ്ടാക്കുന്ന സമയത്ത് 1/2 ടീസ്പൂൺ വാനില എസൻസ് ഒഴിച്ചു കൊടുത്താലും മതി. അടുത്തത് 1/2 ടീസ്പൂൺ മാസ്റ്റേക്ക്, അതല്ലെങ്കിൽ റെസിൻ കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കുക. ഓപ്ഷണലാണ്, നിർബന്ധമില്ല. 1/2 ടീസ്പൂൺ പൊടിച്ചിട്ട് ഇട്ട് കൊടുക്കാം. നേരത്തെ റോസ്റ്റ് ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ള വെളുത്ത എള്ള് കൂടി ഇപ്പോൾ ഇട്ട് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടിയിട്ട് ഒരു വിസ്ക് വെച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ ഹോം മെയ്ഡ് സഹലബ് പൗഡർ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് നല്ലൊരു എയർ ടൈറ്റ് കണ്ടെയ്നറിലാക്കിയിട്ട് സൂക്ഷിച്ച് വെക്കാം. ആവശ്യത്തിനനുസരിച്ച് എടുത്ത് ഉണ്ടാക്കിയെടുക്കാം. അടുത്തതായിട്ട് നമുക്ക് ചോക്ലേറ്റ് ഫ്ലേവേർഡ് ആയിട്ടുള്ള സഹലബ് പൗഡർ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു അഡീഷണൽ സ്റ്റെപ്പും കൂടിയേ ഉള്ളൂ. അതായത് ഇതേ അളവിൽ എല്ലാ പൗഡറും എടുത്ത് മിക്സ് ചെയ്ത് വെച്ചതിന് ശേഷം അതിലേക്ക് 1 കപ്പ് കൊക്കോ പൗഡർ ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. കൊക്കോ പൗഡറിൽ കുറച്ച് കട്ടൊക്കെ ഉണ്ടാവും, അപ്പോൾ അതൊക്കെ നന്നായിട്ട് ഉടച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ ചോക്ലേറ്റ് ഫ്ലേവേർഡ് ആയിട്ടുള്ള സഹലബ് പൗഡറും റെഡി ആയിട്ടുണ്ട്. എയർ ടൈറ്റ് ആയിട്ടുള്ള ഒരു കണ്ടെയ്നറിലാക്കിയിട്ട് നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെക്കാവുന്നതാണ്. അടുത്തത് നമുക്ക് എങ്ങനെയൊക്കെ പ്രിപ്പയർ ചെയ്യാം എന്നുള്ളതാണ്. നമുക്ക് ഫ്ലേവേഴ്സ് ഡിഫറൻസ് വരുത്താം, അതായത് വേരിയൻസ് ഓഫ് സഹലബ് ഉണ്ടാക്കാൻ പറ്റും. അതായത് ഇപ്പം നമ്മൾ ഇതിനകത്ത് വാനില പൗഡർ ആഡ് ചെയ്തിട്ടുണ്ട്. അതിന് പകരം വാനില പൗഡർ കിട്ടാത്തവർക്ക് വാനില എസൻസ് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് വാനില എസൻസ് ഒഴിച്ചു കൊടുക്കാം. അതല്ലെങ്കിൽ നമുക്ക് റോസ് വാട്ടർ ഒഴിച്ചു കൊടുക്കാം. അതേപോലെ തന്നെ ഓറഞ്ച് ബ്ലോസം വാട്ടറും ഒഴിച്ചു കൊടുക്കാം. അതായത് 3 വേരിയൻസ് ഇപ്പോൾ കിട്ടിയില്ലേ. 4ാമത്തേത് ചോക്ലേറ്റ് ഫ്ലേവേർഡ് സഹലബും. അങ്ങനെ 4 ഫ്ലേവേർഡ് ആയിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. ഇനി നമുക്ക് ബേസിക് സഹലബ് എങ്ങനെ ഉണ്ടാക്കിയെടുക്കാൻ നോക്കാം. അതിനുവേണ്ടി ഞാനിവിടെ 1 കപ്പ് പാലെടുക്കുന്നുണ്ട്. ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ സഹലബ് പൗഡർ ഇട്ട് കൊടുക്കുന്നുണ്ട്. കുക്ക് ചെയ്യാൻ വെക്കുന്നതിന് മുന്നേ തന്നെ നന്നായി കട്ട കെട്ടാതെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം. നമുക്കൊരു ആവശ്യത്തിനുള്ള കട്ടി എത്തുമ്പോൾ അത് നമുക്ക് മാറ്റി വയ്ക്കാം. ഒരു ഗ്ലാസ്സിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. കുറച്ച് പട്ട പൊടിച്ചത് മുകളിൽ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് സമയം നമുക്ക് ഡെസിക്കേറ്റഡ് കോക്കനട്ട് ഉണ്ടെങ്കിൽ അത് ഇട്ട് കൊടുക്കാം. അതല്ലെങ്കിൽ പട്ട പൊടിച്ചത് ഇട്ട് കൊടുക്കാം. അങ്ങനെ ഡിഫറെൻറ്റ് ടോപ്പിങ്സ് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാം. കൂടാതെ കുറച്ച് നട്ട്സ് പൊടിച്ചതും കൂടി ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ പിസ്ത പൊടിച്ചതുണ്ട്, അപ്പോൾ അത് ഇട്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ടോപ്പിങ്സ് യൂസ് ചെയ്യാം. ഇപ്പോൾ നല്ല ചൂടുള്ള സഹലബ് റെഡി ആയിട്ടുണ്ട്. വിൻ്റർ സമയത്തൊക്കെ കുടിക്കാനായിട്ട് നല്ല ടേസ്റ്റുള്ള ഒരു ഡ്രിങ്കാണ്. മിഡിൽ ഈസ്റ്റേൺ ഹോട്ട് ചോക്ലേറ്റ് എന്നാണ് ഇതിന് പറയുന്നത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അടുത്തത് നമുക്ക് ചോക്ലേറ്റ് ഫ്ലേവേർഡ് ആയിട്ടുള്ള സഹലബ് ഡ്രിങ്കും കൂടി ഉണ്ടാക്കി നോക്കാം. മുന്നേ ചെയ്തതുപോലെ തന്നെ 1 ഗ്ലാസ് പാലെടുത്തിട്ടുണ്ട്. അതിലേക്ക് 3 ടേബിൾ സ്പൂൺ ചോക്ലേറ്റ് ഫ്ലേവേർഡ് സഹലബ് പൗഡർ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിനോട് കൂടിയിട്ട് തന്നെ നിങ്ങളുടെ പേഴ്സണൽ പ്രിഫറൻസ് അനുസരിച്ചിട്ട് മധുരം കൂടി ഇട്ട് കൊടുക്കാം. ഇതിനകത്ത് കൊക്കോ പൗഡറും കൂടി വരുന്നതുകൊണ്ട് തന്നെ ചിലർക്ക് മധുരം അധികം ആവശ്യം ഉണ്ടാവില്ല. ആവശ്യമുള്ളവർക്ക് ഇപ്പോൾ ടേസ്റ്റ് നോക്കിയിട്ട് ഇട്ട് കൊടുക്കാം. ഇനി ഇത് കുക്ക് ചെയ്യുന്നതിന് മുന്നായിട്ട് തന്നെ നന്നായിട്ടൊന്ന് കട്ട കെട്ടാതെ യോജിപ്പിച്ചെടുക്കാം. എന്നിട്ട് ഒരു ലോ ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം. നമുക്ക് വേണ്ട കൺസിസ്റ്റൻസി എത്തുമ്പോൾ നമുക്കത് സ്റ്റവ് ഓഫ് ചെയ്യാം.
ചോക്ലേറ്റ് ഫ്ലേവേർഡ് സഹലബ് റെഡി ആയിട്ടുണ്ട്. നമുക്കിതൊരു ഗ്ലാസ്സിലേക്ക് മാറ്റാം. കുറച്ച് ചോക്ലേറ്റ് ചിപ്സ് ഞാൻ ടോപ്പിംഗ് ആയിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ചോക്ലേറ്റ് ഫ്ലേവേർഡ് ആയിട്ടുള്ള സഹലബും ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.